Hello everyone, welcome to Mehar's Kitchen. ഇന്ന് നമുക്ക് ഒരു പഞ്ചാബി സ്റ്റൈൽ വെജിറ്റബിൾ സമോസ നോക്കിയാലോ. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കുന്നത്. ഒത്തൻറ്റിക് പഞ്ചാബി സ്റ്റൈൽ സമോസ. അപ്പോൾ മമ്മി റെസിപ്പി കാണിച്ചു തരും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ അടിപൊളി പഞ്ചാബി സമോസ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2.5 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. 2.5 കപ്പ് യൂസ് ചെയ്യണം. പിന്നെ ആവശ്യമുള്ളത് നെയ്യാണ്. ഇത് 1/2 കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ഇളം ചൂടാക്കി എടുക്കണം. വല്ലാണ്ട് ചൂടാക്കി എടുക്കരുത്, ഇളം ചൂട് വേണം എടുക്കാൻ. പിന്നെ ആവശ്യമുള്ളത് 1 ടീസ്പൂൺ അയമോദകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യമുള്ളത് വെള്ളമാണ്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം എടുക്കണം. ഇത് ചപ്പാത്തിൻ്റെ പോലെ നമുക്ക് ലൂസായിട്ട് കുഴക്കാൻ പാടില്ല. ഇത് കുറച്ച് ടൈറ്റായിട്ട് ഹാർഡായിട്ട് വേണം ഇതിൻ്റെ കുഴച്ചെടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് അയമോദകവും ഉപ്പും നെയ്യും ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇത് നന്നായിട്ട് നെയ്യും ഉപ്പൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ കൈ പിടിച്ചാൽ ഇങ്ങനെ നമുക്ക് ഒരു ബോളായിട്ട് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഡോ ആക്കി എടുക്കാം, കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ, ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഹാർഡായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഏകദേശം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്, പിന്നെ 1/2 കപ്പ് നെയ്യും. അത്രയും മതി. നന്നായിട്ട് ഇനി ഇത് കുഴച്ചെടുക്കാം. അങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് ഇത് വേണം കുഴച്ചെടുക്കാൻ. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അങ്ങനെ അതാ മാവ് നന്നായിട്ട് 4-5 മിനിറ്റ് കുഴച്ചെടുത്തിട്ട് ഇത്രയും ഹാർഡായിട്ട് വേണം കുഴച്ചെടുക്കാൻ. കുറേ വെള്ളം പാടില്ല, വെള്ളം ഇട്ട് കഴിഞ്ഞാൽ നന്നാവില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം കുറച്ച്. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല തയ്യാറാക്കുന്ന വരെ നമുക്ക് ഈ മാവ് കവർ ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം. ഇതിന് 4 വലിയ പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബോയിൽ ആവാൻ പാടില്ല, കുറച്ച് ബോയിൽ ചെയ്തെടുക്കാം. പിന്നെ 1/2 കപ്പ് ഗ്രീൻ പീസാണ്, ഇതും വേവിച്ചെടുത്ത ഗ്രീൻ പീസാണ്. പിന്നെ ആവശ്യമുള്ളത് 1/4 കപ്പ് മല്ലിയില, 1/4 കപ്പ് പുതിന ഇല, പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1.5 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണിത്. ഇത് 1.5 ടീസ്പൂണാണ്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം. ഇതൊക്കെയാണ് നമുക്ക് മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലേക്ക് പച്ചമുളക്, മല്ലിയില, പുതിന ഇല ഇവയെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. പേസ്റ്റ് ആക്കാൻ പാടില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതി. വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, പേസ്റ്റ് ആക്കണ ആവശ്യമില്ല. ഇനി ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടിത് ഉടച്ചെടുക്കാം. ഇതുപോലെ അങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് നന്നായിട്ടിത് ഉടച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്. ഇത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് ഇതിലേക്ക് 2-3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഗ്രീൻ പീസ് വഴറ്റിയെടുക്കാം, സോട്ടേ ചെയ്തെടുക്കാം. അങ്ങനെ ഗ്രീൻ പീസ് 2 മിനിറ്റ് നന്നായിട്ട് സോട്ടേ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾ, ഉപ്പ്, മല്ലിപ്പൊടി, ചെറിയ ജീരകപ്പൊടി, വലിയ ജീരകം ഇവയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് 1 മിനിറ്റോളം നമുക്ക് മസാല വഴറ്റിയെടുക്കാം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. മസാല കരിയാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം.
മസാല ഇട്ടതിന് ശേഷം 1 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതാ മസാലയും ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ഉപ്പ് നമുക്ക് ശരിയാക്കിയെടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാങ്ങി വെക്കാം. എന്നിട്ട് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാം. സമൂസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവിന് ഒരു ചെറിയ പീസ്, ഒരു അത്യാവശ്യം പീസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടത് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഉരുളകളാക്കി എടുക്കാം. ഇത്ര പോകുന്ന ഒരു ഉരുളാക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിനി ഇത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കാനായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. സൈഡിലൂടെ നന്നായിട്ട് പരത്തിയെടുക്കണം. നടുവിലാണ് കുറച്ച് കട്ടി വേണ്ടത്. സൈഡ് അധികം കട്ടി പാടില്ല, അധികം നൈസ് ആവാനും പാടില്ല. അപ്പോൾ അതുപോലെയാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. ഇതുപോലെയാണ്, ഈ ഒരു കട്ടിയിലാണ് നമുക്ക് പരത്തിയെടുക്കേണ്ടത്. നമുക്കിതിനൊരു ഓവൽ ഷേപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി പരത്തി വെച്ചതിന് നമുക്ക് ഹാഫ് ആക്കിയെടുക്കാം. സെൻറ്ററിൽ നിന്ന് നടു കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരെണ്ണം മാറ്റി വെക്കാം. പിന്നെ ഒരു കഷ്ണം എടുത്തിട്ട്, ഒരു പീസ് എടുത്തിട്ട് അതൊന്നും കൂടി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അങ്ങനെ കുറച്ച് ചെറുതായിട്ട് നൈസാക്കിയെടുക്കാം. അധികം കട്ടിയില്ലാതെ നമുക്ക് ഇത് പരത്തിയെടുക്കാം. ശേഷം നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം തേച്ച് കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് മറ്റേ സൈഡും നമുക്കിതിങ്ങനെ സീൽ ചെയ്യാം, ക്ലോസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കയ്യിലേക്ക് എടുക്കാം. കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ 2 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യണം. അങ്ങനെ ഒന്ന് അമർത്തിയിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണിക്കുന്ന പോലെ നോക്കി നന്നായിട്ട് ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ട് നന്നായിട്ട് ഇത് ക്ലോസ് ചെയ്തെടുക്കാം. അങ്ങനെ അതാ നമ്മളൊരു സമൂസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള സമൂസ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അങ്ങനെ അതാ സമോസകളെല്ലാം നന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, റെഡിയാണ്. അപ്പോൾ 2.5 കപ്പ് ആട്ടപ്പൊടി കൊണ്ട് ഒരു 16 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ സമോസ ഫ്രൈ ചെയ്യാനായിട്ട്, ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ഇതിലേക്ക് നമുക്ക് സമോസകളെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ഫ്രൈ ആക്കി എടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആക്കിയിട്ട് നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് സൈഡ് മാറ്റി മറിച്ചുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് സൈഡ് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിത് ഗോൾഡൻ ആക്കി എടുക്കാൻ, ബ്രൗൺ ആക്കി എടുക്കാൻ. അങ്ങനെ അതാ നമ്മൾ സമോസ എല്ലാം നന്നായിട്ട് ബ്രൗൺ ആയിട്ട് ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ കോരിയെടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതുപോലെ തന്നെ ബാക്കിയുള്ള സമോസ എല്ലാം നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ക്രിസ്പിയായ പഞ്ചാബി സമോസ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, ഞങ്ങളെല്ലാവരും ഫേവറേറ്റാണ്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇത് ഗ്രീൻ ചട്നി, ടാമറിൻ ചട്നീൻ്റെ ഒക്കെ കൂടെയിട്ട് കഴിച്ച് നോക്കാം, അല്ലെങ്കിൽ വെറുതെ കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.